നീ എന്ത് കുറേ ദിവസം പട്ടിണിയായിരുന്ന അല്ലെങ്കിൽ ഒരുത്തം ഇപ്പുറത്ത് നിൽക്കണം വേണമെന്ന് ചോദിക്കരുത്. വേണം. ഇനി എനിക്ക് വേണ്ട. എന്നിട്ട് വേണം ഇനി ഞാൻ അതിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ? അത് വേണ്ട. അതെ നീയേ എങ്ങനെയെങ്കിലും ഒരു 10,000-2000 രൂപ എനിക്ക് നീ സംഘടിപ്പിച്ച് തരുമോ? എടേ 2000 രൂപ നിൻ്റെ ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ ഈ 2000 രൂപ ഒപ്പിക്കാൻ? എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഒരു വഴിയുണ്ട്. എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാം. നിൻ്റെ കൂടെ ഞാൻ സ്ഥലം വരെ വന്നാൽ പൈസ കിട്ടുമോ? ഒന്ന് കൂടെ വന്നാൽ മതി. ഇവിടെ വന്ന കാശ് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കണത്. എന്താ ഏർപ്പാടെന്നാണ് നീ അത് പറ. നമ്മുടെ പഴയ ജോണി ഇല്ലേ? ജോണി. ഏത് ജോണി? നമ്മുടെ പഴയ ജോണി അറിയില്ലേ? ജോണി അവന് വയൽ നിരത്തി ഇപ്പൊ വീട് വെച്ചു. ആ മരം വയൽ നിരത്തിയ ഗൾഫുകാരായി. ഗൾഫുകാരായി. അവൻ അത് വീട് അതെന്തായി? നീ ഇത് അത് വീട് പൊങ്ങിയല്ലേ പറഞ്ഞ പോലെ? നീ അത് ഇറക്കിയിട്ട് പറ. നീ അത് ഉണ്ടാക്കുരിങ്ങി അത് ജോലിയാവുള്ള. അതെ അവിടെ പോയാൽ നമുക്ക് കാശ് കിട്ടും അല്ലേ? കാശ് കിട്ടും. ഒരുപാട് പൊങ്ങി മേളിലായാലും ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ആദ്യം ബ്ലോക്ക് ചെയ്തെങ്കിൽ നല്ല തുക വാങ്ങിക്കായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. ഇതിപ്പോ വാങ്ങിക്കാനുള്ളമാരൊക്കെ വാങ്ങിച്ചാണ്. ഇനി പോയ വല്ല നക്കാപ്പിച്ചും കിട്ടും. എന്തായാലും ഉള്ളതാവട്ടെ. നീ അത് കുടിച്ചിറക്കിട്ട് വാ. ആളുണ്ടോ അവിടെ? 1500 രൂപ. ഇനി അമ്മയുടെ മോളുടെ ആഗ്രഹത്തിന് ഈ അപ്പൻ വിലങ്ങ് തടിയായി എന്നുള്ളൊരു വർത്താനം ഈ വീട്ടിൽ കേൾക്കരുത്. പാട്ട് പഠിപ്പിക്കുകയോ ഡാൻസ് പഠിപ്പിക്കുകയോ എന്താണെന്ന് വെച്ചാൽ പൈസ അത് എവിടെന്നും ആവട്ടെ. നിങ്ങളുടെ കാര്യം നടന്നാ പോരെ. കൊണ്ടുപോയി കൊച്ചിനെ പാട്ട് പഠിപ്പിക്കാൻ ചേർക്ക്. കൊച്ചില്ലേ ഇവിടെ? പേരെന്താ? അയ്യോ അത് ഞങ്ങള് വീട്ടിൽ വിളിക്കണവരാ. ശരിക്കും അക്ഷയ. മോള് മുന്നേ പാട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും? പാട്ട് പഠിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അവള് നല്ല അസലായിട്ട് പാടും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് കിട്ടിയേക്കണതാ. ഒരു പാട്ട് പാടിക്കേ. ഒരു ദിവസേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ പഠിച്ച പാട്ട് കുറച്ചാണ്. ചന്ദനമണിവാതിൽ പാളിചാരി കിന്തോളം കണ്ണിൽ തിരയിളക്കം ശൃംഗാര ചന്ദ്രികേ നീരാണി നീ നിൽക്കേ എന്താണു നിൻ മനസ്സിൽ. ഇങ്ങനെയൊക്കെ തന്നെയാണോ പാട്ട്? ലിറിക്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ട്യൂൺ കറക്റ്റ് അല്ലേ? ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ പാടിയാ പോരെ? ഇനി കാശൊക്കെ കൊടുത്ത് ഇവിടെ വരണോ? അയ്യോ ടീച്ചറെ, അങ്ങനെയല്ല ടീച്ചറെ. ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് എൻ്റെ മോളൊരു പാട്ടുകാരി ആക്കണം എന്നുള്ളത്. അത് പിന്നെ എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. ഇതങ്ങനെയല്ല ടീച്ചറെ. ഞാൻ പാടുമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ എന്നെ പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും ഉണ്ടായില്ല. എൻ്റെ മോക്ക് ആ അവസ്ഥ വരരുത്, അതുകൊണ്ടാണ് ഞാൻ. അയ്യോ, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ടീച്ചറെ. അവള് നല്ലോണം പാടുന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചറും കൂടി ഒന്ന് ശ്രമിക്കാം. ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ ഇനിയും കുട്ടികളെ. അയ്യോ ടീച്ചർ, അങ്ങനെ പറയരുത് ടീച്ചറെ. ഞാൻ കാല് പിടിക്കാം. വേറെ വഴിയില്ല എനിക്ക്. ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ശ്രമിക്കാം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴൊക്കെ ടീച്ചറിന്റെ പേര് എല്ലാരും പറഞ്ഞത്. റിയാലിറ്റി ഷോയില് പങ്കെടുത്ത കൊച്ചിന് ടീച്ചർ അല്ലേ പഠിപ്പിച്ചത്? എന്റെ മോളെ അതേപോലെ വിടണം എന്നാ എന്റെ അല്ലായിരുന്നു. അല്ല, ഇതിപ്പോ ടീച്ചർ ആദ്യം കേൾക്കണോണ്ട് ടീച്ചറിന് തോന്നണതാ. വീട്ടിൽ വന്ന് നോക്കി എപ്പോഴും പാട്ടാ. എല്ലാ പാട്ടും പെട്ടെന്ന് പഠിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയതല്ലേ? എനിക്ക് പിന്നെ നാളെ തൊട്ട് വന്നോട്ടെ. ഓ വലിയ ഉപകാരം ടീച്ചറെ. അന്നാ പിന്നെ ഫീസൊക്കെ? ഫീസ് ഇവിടെ അല്ല, സ്കൂളിൽ അടച്ചാൽ മതി. ആണോ? എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. വലിയ ഉപകാരം ടീച്ചർ. ഗുരുത്തുള്ള കുട്ടിയാ. Alien versus Alien.